ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് USA നിന്നും രാജമസസ് ആണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകളുമായി ചേർന്ന് ആ ദേശത്തിൽ ഒരു ഭവനം വാങ്ങിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ വാതിലുകളും ഈ ദിവസങ്ങളിൽ തുറക്കുകയും ബാങ്ക് ഇവർക്ക് അനുകൂലമായിരിക്കുന്നു. എന്നാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ദിവസങ്ങൾ ആ വീട് വാങ്ങിക്കുകയും അതിൽ കയറുകയും ചെയ്യാനുള്ള വഴി സ്വർഗത്തിലെ ദൈവം തുറന്നതിനായി ഞാൻ ആത്മാവിൽ ഇവരെ നോക്കി ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിലവർ സ്വന്തം വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കണം. കാരണം യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സാധ്യതയാണ്. പ്രാർത്ഥന ഒരിക്കലും ഫെയിലിയർ അല്ല. അറിയാം, ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകിയാലും വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ കർത്താവിനോട് കഴിച്ച ഒരു പ്രാർത്ഥനയും അത് നഷ്ടമാകത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നാമത് രാജമസസിൻ്റെ മകൾക്കുമായിട്ട് ആ ഭവനത്തിൽ കയറാനുള്ള വഴി തുറക്കണം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ താമസിക്കുന്ന ആ ഭവനം 1 വർഷത്തിൽ ലീസിനെടുത്തിരിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ ഓണർ അടുത്ത മാസങ്ങളിൽ ഇവരോട് കരുണ കാണിച്ച് ഇവരോട് യാതൊരു പ്രശ്നവും കൂടാതെ ഇവർക്ക് ഈ ഭവനത്തിലേക്ക് പോകാനുള്ള വഴി തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ ദൈവിക സമാധാനം രാജമസസും തലമുറകളും ആ ദേശത്തിൽ മാനിക്കപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഞാൻ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് കഴിയുമ്പോൾ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരാൻ പോകുന്നു. പ്രത്യേകിച്ച് രാജമസസിന് തല മുതൽ പാദവരെയും സൗഖ്യവും ബലവും ദൈവം പകരാൻ പോകുന്നു. തലമുറയെ ആ ദേശത്തിൽ മാനിക്കാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അസാധാരണ ദൈവത്തിൻ്റെ പ്രവൃത്തി, അസാധാരണ ദൈവത്തിൻ്റെ കരം കർത്താവെ ഇവരെ തൊടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം ഇവർക്ക് അനുകൂലമാകിയതിന് നന്ദി. കർത്താവെ, യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി, ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കണമേ, അത്ഭുതകരമായ ദൈവപ്രവൃത്തി സംഭവിക്കണമേ അപ്പ. ആ ഭവനത്തിലേക്ക് കയറുവാൻ, ആ ഭവനത്തിൻ്റെ പണി, അറ്റകുറ്റപ്പണികൾ നടക്കാനുണ്ടല്ലോ അപ്പ, അതെല്ലാം പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കർത്താവെ അതിനുള്ള എല്ലാ സാമ്പത്തിക സോഴ്സുകളും തുറക്കണമേ അപ്പ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ അപ്പ. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാകയാൽ ഇപ്പോൾ തന്നെ ഇവരെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നതിനായി നന്ദി. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി നന്ദി. കർത്താവെ, ഞാൻ പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോൾ ഇപ്പോൾ താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് യാതൊരു അനർത്ഥവുമില്ലാതെ, യാതൊരു പ്രശ്നവുമില്ലാത്ത ഈ പുതിയ ഭവനത്തിലേക്ക് കയറാനും ദൈവം ഇവരെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. കർത്താവെ, രാജമസസിനായി പ്രാർത്ഥിക്കുന്നു. തലമുറയായി ആ ദേശത്തിൽ അനുഗ്രഹത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനത്തോടെ ജീവിക്കാൻ, ദൈവ സൗഖ്യത്തോടെ ജീവിക്കാൻ ഇവർക്ക് വലിയ വാതിലുകളും വഴികളും തുറന്നതിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ, വലിയ ദൈവപ്രവൃത്തി സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുകൊണ്ടാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കും. ആ നിലയിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആഴം നാം തിരിച്ചറിയണം. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് പറ, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഈ വചനത്തെ ഏകാഗ്ര ഹൃദയത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾക്കൊരു സീസൺ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആരംഭത്തിൽ തന്നെ ഒരു പ്രവചന ശബ്ദം ചിലരെ നോക്കി വിളിച്ചു പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ ആർപ്പോടെ കൊയ്യാൻ ഒരു കാലമുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെ സീസൺ മാറാൻ പോവുകയാണ്. ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നു, നിൻ്റെ സീസൺ മാറാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു, ഇതുവരെയും കരഞ്ഞ, ഇതുവരെയും കാത്തിരുന്ന ചിലവരെ സീസണുകൾ ഈ വചന സന്ദേശം കഴിയുമ്പോൾ മാറാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ഒരു അസാധാരണ വാതിൽ എൻ്റെ ദൈവം തുറക്കാൻ പോകുന്നു. നിൻ്റെ മേളിൽ അസാധാരണ ദൈവപ്രവൃത്തി ദൈവം അയക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കര
കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുക, ഇതാ ഒരു സീസൺ നിൻ്റെ മുമ്പിൽ തുറന്നു വരികയാണ്. നിൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. എൻ്റെ കൂടെ ഇത് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഭയങ്കര ദൈവപ്രവൃത്തിക്കായി, ദൈവത്തിൻ്റെ കരം കാണേണ്ടതിനായി ആത്മാവിൽ വിശ്വസിക്കുക. നീണ്ട നാളുകൾ കരഞ്ഞ, നീണ്ട നാളുകൾ കെട്ടപ്പെട്ട് കിടന്ന ചിലവരെ കർത്താവ് ഈ വചന സന്ദേശം കഴിയുമ്പോൾ തന്നെ സ്വതന്ത്രരാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മുന്നേറ്റം സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഈ വചനത്തിനകത്ത് നിൽക്കുന്ന ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ഈ കേൾക്കുന്ന വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്ന പദം ശ്രദ്ധിക്കണേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനത്തിന് ജീവനുണ്ട്. ഈ വചനം നിങ്ങളിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇതാ ഒരു ജീവൻ പാസ് ചെയ്യുകയാണ്. ഏതൊക്കെയോ വ്യക്തികൾ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ ഭയങ്കര ഭാരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ, എങ്ങനെ ആയിത്തീരുമെന്നറിയാൻ പറ്റാതെ ഭാരപ്പെട്ട് വേദനപ്പെട്ട് നിൽക്കുമ്പോൾ ഇതാ നിനക്ക് മുമ്പിൽ ദൈവം സീസണെ മാറ്റാൻ പോവുകയാണ്. ആഴം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, അയക്കപ്പെടുന്ന വചനം ഇതാ നിന്നിൽ ജീവൻ കൊണ്ടുവരികയാണ്. അതേ നിലയിൽ തന്നെ പറയുന്നു, ഇതാ പരിശുദ്ധാത്മാവിൻ്റെ കൈമാറ്റം നിന്റെ മുന്നിലോട്ട് സംഭവിക്കുകയാണ്. ജീവിതത്തിനകത്ത് ഉയരത്തിലെ ശക്തി പ്രാപിക്കാമെങ്കിൽ ശത്രു വെച്ച പരിധികളെ നീ പൊട്ടിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവകൃപ ഇപ്പോൾ വ്യാപരിക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് പ്രതികരിച്ചു തുടങ്ങും. പ്രതികരിക്കുന്നവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവത്തെ എനിക്ക് കാണാൻ പറ്റുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. 12 വർഷമായ രക്തസ്രാവസ്ത്രീയെ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. ഇതാ അവളുടെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് അവൾ ഏറ്റവും പരവശയായി തീർന്നിരിക്കുകയാണ്. ഇനി മുമ്പിൽ ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേൾക്കുന്നു. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നവരാണെങ്കിൽ പ്രതികരിക്കുക. അവളോട് തന്നെ പറയാൻ തുടങ്ങി, ഞാൻ തൊട്ടാൽ രക്ഷപ്പെടും. ഹല്ലേലൂയ. അവൾക്ക് മുമ്പേ അങ്ങനൊരു അനുഭവമില്ല, അങ്ങനൊരു കേൾവിയില്ല. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശുവിനെ കുറിച്ച് അവൾ വിശ്വാസത്തിൽ ഏറ്റു പറയാൻ തുടങ്ങിയപ്പോൾ അവളിൽ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി, അവളിൽ പുതുക്കം വ്യാപരിക്കാൻ തുടങ്ങി, അവളിൽ ഉയരത്തിലെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അവളുടെ സൗഖ്യം ഇതാ വെളിപ്പെടുകയാണ്. ഇതേപോലെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ സ്വീകരിച്ചോ. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് പറഞ്ഞ വചനത്തിന്റെ ശക്തി ഇതാ നിങ്ങളുടെ മേലേക്ക് പറന്നിറങ്ങുകയാണ്. നാളുകൾ തുറക്കാത്ത, നാളുകൾ വെളിപ്പെടാത്ത ചിലത് ഇപ്പോൾ ഈ വചന സന്ദേശത്തിനകത്ത് നിങ്ങളുടെ മേലിൽ തുറന്നു വരികയാണ്. ആഴമായി സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതം ഒരു അതിശയമാകാൻ പോകുന്നു. രക്തസ്രാവസ്ത്രീ പ്രതികരിച്ചപ്പോൾ അവളിൽ ഒരു പുതിയ ബലം വന്നെങ്കിൽ അവൾ ഇന്നുവരെയും പറയാത്തൊരു സാക്ഷ്യമായി ആ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവളെ സൗഖ്യമാക്കി അയക്കുമ്പോൾ അവളുടെ ബാധ ഒഴിഞ്ഞ് അവൾ സ്വസ്ഥമാകുകയാണ്. ആ പട്ടണത്തിൽ അവൾ വന്നതുപോലെ തിരിച്ചു പോകുന്നു. ഇന്ന് ഈ വചന സന്ദേശം കഴിയുമ്പോൾ ആരംഭം പോലെ ആയിരിക്കത്തില്ല അവസാനം. നിങ്ങൾ ഈ വചന സന്ദേശത്തിന്റെ അവസാന മിനിറ്റുകളിൽ ഒരു പുതിയ ബലം പ്രാപിച്ച് പുത്തൻ ശക്തിയോടെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. അസാധാരണമായതൊന്ന് പ്രതീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. അത്ഭുതം ഇപ്പോൾ സംഭവിക്കുമെന്ന് എൻ്റെ കൂടെ നേറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. പ്രതികരിച്ച രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് തിമായിയുടെ മകനായി ബർത്തിമായിയാണ്. അപ്പൻ്റെ പേരിൽ അറിയപ്പെട്ടവൻ. കേൾക്കുന്ന ആരവത്തിൽ അവൻ പ്രതികരിക്കുകയാണ്. ഈ ശബ്ദം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന പലരും അവനോട് പറഞ്ഞു, നസറയനായ യേശു ഇതുവഴി കടന്നു വരികയാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. വലിയ എതിർപ്പാണ് ഉണ്ടായത്. ഞാൻ ചിലവരോട് രഹസ്യം പറയട്ടെ, നിങ്ങളുടെ വിടുതൽ അടുക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത എതിർപ്പുകൾ നീ കാണാം. നിന്റെ വഴി അടയുന്ന പോലെ നിനക്ക് തോന്നാം. പക്ഷേ പിടിച്ചു നിന്ന് വിശ്വാസം പറയാൻ പറ്റുമെങ്കിൽ, ഉച്ചത്തിൽ ദൈവത്തെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചു തുടങ്ങിക്കോ. നിന്റെ ഹിസ്റ്ററി, നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവുകയാണ്. ഇതാ ആ പട്ടണത്തിനകത്ത് ആരെങ്കിലും സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തതവൻ കുതിച്ചെഴുന്നേൽക്കാൻ പോവുകയാണ്. നിന്റെ ചരിത്രത്തെ ദൈവം ഇന്നുകൊണ്ട് മാറ്റുവാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ വീണ്ടും പ്രതികരിച്ചപ്പോൾ യേശു അവന് വേണ്ടി നിന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ രണ്ടാമത്തെ ദൂത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. നിനക്ക് വേണ്ടി യേശു നിൽക്കാൻ പോവുകയാണ്. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം, പ്രതീക്ഷിക്കാത്തത് ചിലത് ഇപ്പോൾ ചിലവരെ മേളിൽ വ്യാപരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായതെന്തോ ഒന്ന് ചലിക്കുന്നു. നീണ്ട നാളുകളുടെ കാത്തിരിപ്പിന് ഇതാ ദൈവം ഒരു മറുപടി തരാൻ പോകുന്നു. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ പറയും, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ്
എൻ്റെ നിലവിളി കേട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, കർത്താവിന് വേണ്ടി കാത്തിരുന്ന, കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരാളും നിരാശപ്പെടേണ്ടി വരത്തില്ല. അതെന്താ പാസ്റ്റർ എന്ന് എന്നോട് ചിലർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, മനുഷ്യരെ കാത്തിരിക്കുന്ന പലരും നിരാശപ്പെടേണ്ടി വരും. പല മേഖലകളും വഴി അടഞ്ഞു പോകുമായിരിക്കും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, നീ അത്ഭുതം കാണും. നിൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണ വഴി തുറക്കും. നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മുഴുഹൃദയത്തോടെ സ്വീകരിക്കുക. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി, ഒരത്ഭുതം ഇപ്പോൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരികയാണ്. എൻ്റെ കൂടെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വചന സന്ദേശത്തിൻ്റെ ആഴം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു പേരിടണമെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, പ്രതീക്ഷിക്കാത്തൊരത്ഭുതം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നു. അൺഎക്സ്പെക്റ്റഡായ ഒരു മിറക്കിൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോകുന്നു. ഞാനിങ്ങനെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ്, അപ്രതീക്ഷിതമായ ഒരത്ഭുതം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നിട്ട് ഒരു 6 മാസമോ 1 വർഷമോ 5 വർഷമോ ഒക്കെ ആയവരോട് ചോദിച്ചാൽ അവർക്കൊരു ആഴമറിയാം. ദൈവം ഈ വിധത്തിലൊക്കെ പ്രവർത്തിക്കത്തോളൂ, ദൈവത്തിൻ്റെ കരം ഈ നിലകളിലൊക്കെ ചലിക്കത്തോളൂ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, യേശുവിൻ്റെ അമ്മ മറിയ പറയുകയാണ്, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നു? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേളിൽ വരാൻ പോവുകയാണ്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേളിൽ നിഴലിടാൻ പോകുന്നു. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നീ ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന് വിശ്വസിക്കാൻ പറ്റാത്തൊരത്ഭുതം നിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നു. അതിതാ വെളിപ്പെട്ട് വരാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിങ്ങളൊരു അത്ഭുതം കാണാൻ പോകുന്നു. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ മേളിൽ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു അത്ഭുതം ദൈവം തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഈ വചന സന്ദേശത്തിനകത്ത് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആഴം വിളിച്ചു പറയാം, മുമ്പിൽ ഒരു വഴിയുമില്ല, പിൻപിൽ ഫറവോൻ വന്ന് നിൽക്കുക, സൈഡിൽ വലിയ മലയാണ്. ജീവിതത്തിനകത്ത് ഇങ്ങനെ സാഹചര്യമുള്ള ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു, ഇനി മുമ്പിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അൺഎക്സ്പെക്റ്റഡായ ഒരു മിറക്കിൾ, അപ്രതീക്ഷിതമായ ഒരു അത്ഭുതം ഇതാ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. കൈ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈ ഉയർത്തുക, കൈ നീട്ടാൻ പറ്റുമെങ്കിൽ കൈ നീട്ട്. എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നലെ നീ ചെയ്ത അത്ഭുതം അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ആഴമായി വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം ഇന്നും വിശ്വസിക്കാൻ പറ്റാത്ത അപ്രതീക്ഷിതമായ ഒരു ഭയങ്കര വഴി എനിക്ക് വേണ്ടി തുറന്നു വരുന്നു. ഇസ്രായേൽ മക്കൾക്ക് അറിയാമോ അവരുടെ മുമ്പിൽ ചെങ്കടൽ രണ്ടാകാൻ പോകുന്നു? പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ലോകത്തിൽ ഒരാൾക്കും പറയാൻ പറ്റാത്തൊരു അത്ഭുതം ദൈവം ഈ മണിക്കൂറിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ദൈവം അത് തുറക്കാൻ പോവുകയാണ്. ആഴമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചിലവരെ നോക്കിയ ഒരു പ്രവചന ശബ്ദത്തിൽ 3-ാമത്തെ പദം പറയുക, വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാ, അവൻ വാക്ക് മാറത്തില്ല, അവൻ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ എവിടം വരെ എത്തിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടോ, നിന്റെ ഡെസ്റ്റിനി വരെയും നടത്താൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടപ്പെട്ടവരാണ് എൻ്റെ കൂടെ ശ്രദ്ധിക്കുന്നവർ. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം നിയോഗമുള്ളവനെ തൊടാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. 80-ാമത്തെ വയസ്സ് വരെയും ജീവിച്ച് ഇനി എങ്ങും എത്തത്തില്ലെന്ന് പറയുന്ന ആൾക്കാരാണോ? മോശയോട് ചോദിക്കണം. മോശ പറയും, 80-ാമത്തെ വയസ്സിൽ എൻ്റെ പ്രതീക്ഷകൾ തീർന്നിട്ടുണ്ട്, പക്ഷേ 80-ാമത്തെ വയസ്സ് വന്നപ്പോൾ മുൾപ്പടപ്പിൽ ഒരു തീ കത്തുന്നത് ഞാൻ കണ്ടു. ആ തീ എന്താണെന്നുള്ളത് കാണാൻ അടുത്ത് ചെന്നപ്പോൾ ഇതാ അതിനകത്തുനിന്ന് ഒരു ദൈവശബ്ദം എൻ്റെ ജീവിതത്തെ തിരിക്കുന്ന. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് നിൽക്കുന്ന ചിലതിൻ്റെ മുമ്പിൽ ആത്മാവിൻ്റെ തീ എത്താൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടാൻ പോകുന്നു. നിൻ്റെ ഡെസ്റ്റിനിയെ തിരിക്കുന്ന, നിൻ്റെ ചരിത്രത്തെ തിരിക്കുന്ന ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ശീമോനായ പത്രോസിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ശ്രദ്ധിച്ചാൽ അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കുക. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. 2-ാമത്തെ വാക്യം, അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. 3-ാമത്തെ വാക്യം, ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു.
ഈ 3 വചനങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ബൈബിള് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള, അനവധി മെസ്സേജുകൾ കേട്ടിട്ടുള്ളവർക്ക് വ്യക്തമായി ഈ ഭാഗം അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്നലെ കേട്ട അനുഭവത്തിലിരിക്കരുത്. കാരണം പ്രതീക്ഷിക്കാത്തൊരത്ഭുതം നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ആഴം ഇതിനകത്തു നിന്ന് പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ആ ഗന്നേശ്വരത്ത് തടാകത്തിൻ്റെ തീരത്തിൽ യേശു നിൽക്കുമ്പോൾ പുരുഷാരം അവൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടി. വലിയ തിക്കും തിരക്കും സംഭവിക്കുകയാണ്. 2ാമത്തെ വാക്യത്തിനകത്ത് 2 പടകൾ കരയ്ക്ക് അടുത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ രാത്രികൾ, കഴിഞ്ഞ മണിക്കൂറുകളിൽ മീൻ പിടിക്കുവാൻ പോയിട്ട് വന്ന് നിൽക്കുന്ന പടകുകളാണത്. ആ സമയത്ത് അതിനകത്ത് ശീമോനുള്ള പടകിനെ യേശു കണ്ടു. ഞാൻ ആഴമായി ഇന്ന് ഈ വചനം പറയുമ്പോൾ അടുത്തൊരു ദൂത് കൈമാറുക. ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അവിടെ 2 പടകൾ ഒരുമിച്ച് നിൽക്കുന്നു. അതിനകത്ത് പലവരും ഇറങ്ങി പുറത്ത് വല കഴുകുകയാണ്. പക്ഷെ ശീമോനുള്ള പടകിനെ ദൈവം കാണുകയാണ്. ശീമോൻ്റെ പദത്തിൻ്റെ അർത്ഥം ആടി ഉലയുന്നവൻ എന്നാണ്, അല്ലെങ്കിൽ ഉറപ്പില്ലാത്തവൻ, എപ്പോഴും ഇളക്കം സംഭവിക്കുന്നവൻ. എന്നെ കേൾക്കുന്നവരെ, ഈ പദം ശീമോനുള്ള പടകെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിനകത്തുനിന്ന് പറയുക, സ്വീകരിക്കണം കേട്ടോ. ഈ വചനം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഇതിനുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 90 കാലഘട്ടങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അന്നുള്ള ആഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ് കൂടുതലുള്ളത്. ഇന്നത്തെ പോലെ ഫ്രിഡ്ജില്ല, TV ഇല്ല, മൊബൈലില്ലാത്ത ഒരു അനുഭവങ്ങളാണ് എനിക്ക് ഓർമ്മയുള്ളത്. അന്നന്ന് കിട്ടുന്നത്, കാരണം അടുത്ത ദിവസത്തേക്ക് ബാക്കി വെക്കാൻ പറ്റത്തില്ല, ആഹാരമെല്ലാം കേടായിപ്പോകും. നമ്മളെപ്പോലെ ഇന്ന് ഫ്രിഡ്ജോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ അങ്ങനെ ഉള്ളത് ചുരുക്കം ആൾക്കാർക്കേ ഉള്ളൂ. അപ്പം എന്നെ നോക്കേ, പത്രോസിൻ്റെ സമയം എന്ന് പറയുന്നത് അന്നുള്ള അനുഭവത്തിൽ നിൽക്കുകയാണ്. ശീമോനായ പത്രോസിൻ്റെ ആഴമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ശീമോൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ അവൻ ആടി ഉലയുന്നവനാണ്. അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എന്താകും? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശീമോനുള്ള പടകെന്ന് പറയുമ്പോൾ തന്നെ നിരാശയിൽ നിൽക്കുന്നവനെയാണ് കാണുന്നത്. ഇന്നെങ്ങനെ ആയിത്തീരും? കാരണം അവന് കുടുംബമുണ്ട്, അവൻ അമ്മായിയമ്മയുണ്ട്, ഓരോ ദിവസവും കിട്ടുന്നതുകൊണ്ട് അവൻ ജീവിക്കുന്നത്. പക്ഷേ അവനിപ്പം വല കഴുകുന്നത് എല്ലാം തീർന്നല്ലോ, ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തായി തീരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇന്ന് ഈ വചനം കേൾക്കുമ്പം ചിലർ നോക്കി ഞാൻ വിളിച്ചു പറയാം, നിൻ്റെ ജീവിതത്തിനകത്ത് ഒന്നും കാണുന്നില്ലേ? നീ ദൈവത്തെ മുറുകെ പിടിച്ചോ. നിൻ്റെ ജീവിതത്തിനകത്ത് അപ്രതീക്ഷിതമായ ഒരു അത്ഭുതം, അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു മഹത്വം ഇത് അടിക്കാൻ പോവുകയാണ്. മഹത്വം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നീ ഇന്ന് വരെയും കാണാത്തൊരു വലിയ ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ എഴുന്നേറ്റ് വരും. കാരണം ആശ്രയിക്കുന്ന ദൈവം കൈവിടാത്തവനെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാക്കയച്ച് പോഷിപ്പിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ മുമ്പിൽ നീ കരഞ്ഞാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നീ കരയുമെങ്കിൽ മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചിറക്കിയ ദൈവം കൈവിടത്തില്ലെന്നേ. ഇതാ ശീമോനായ പത്രോസ് വല കഴുകി ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ യേശു ആ പടകിലോട്ട് കയറുക. യേശു പറഞ്ഞാൽ അല്പം ഒന്ന് നീക്കണം. എത്ര ഇളകിയും എത്ര നിരാശപ്പെട്ട് നിൽക്കുന്നവർക്കും ചില ദൈവിക സമയങ്ങൾ അവർക്ക് മനസ്സിലാകും, ദൈവിക ഇടപെടൽ അവർക്ക് മനസ്സിലാകും. ഇതാ ശീമോന് മനസ്സിലായി, എൻ്റെ പടകിൽ കയറി നിൽക്കുന്നവൻ സാധാരണ ആളല്ല. അവൻ ഇതാ പടകിറക്കി കൊടുക്കുകയാണ്. അവിടെ നിന്ന് പുരുഷാരത്തെ മുഴുവൻ യേശു ഉപദേശിച്ചു. 4ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുക. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. 5ാമത്തെ വാക്യം, അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. ഇവിടെ 2 ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു ആദ്യം അത്ഭുതം ചെയ്യേണ്ടത് പത്രോസിന് വേണ്ടിയാണ്. കാരണം ഈ മനുഷ്യൻ രാത്രി ഉറങ്ങാതെ നിൽക്കുന്നത്. അവിടെ വന്ന് തിക്കും തിരക്കും കാണിച്ച പുരുഷാരം ഉറങ്ങിയവരാകാം, യേശുവിനെ അന്വേഷിച്ചു വന്നവരാകാം. പക്ഷേ ഈ മനുഷ്യൻ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം നിരാശയെ നിൽക്കുമ്പോഴാണ് പടക് വിട്ടുകൊടുത്തത്. ആദ്യമേ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാമായിരുന്നു. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. ആ വന്നിരുന്ന പുരുഷാരത്തിന് മുഴുവൻ തൃപ്തി വരുത്തുകയാണ്. അതിനകത്ത് 100 ആഴമേറിയ ദൂത് പറയുക, നിങ്ങൾ ഇന്നലെ ആരാധിച്ചിട്ടും ഇന്നലകളിൽ ദൈവത്തെ വിളിച്ചിട്ട് ഒന്നും കിട്ടിയില്ലേലും വെയിറ്റ് ചെയ്തോ, നിന്റെ വിടുതൽ ആ പട്ടണം അറിഞ്ഞിരിക്കും. നിന്റെ വിടുതൽ ആ ദേശത്തിനൊരു തിരിവായിരിക്കും, നിനക്കൊരു തിരിവായിരിക്കും. കാരണം ഈ വന്ന പുരുഷാരമെല്ലാം സാധാരണമായത് എന്തൊക്കെയോ പ്രാപിച്ചു പോയതാ. പക്ഷെ നിന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെയോ ലേറ്റ് ആകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ, വലിയ മഹത്വം, വലിയ ദൈവപ്രവൃത്തിയാ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നത്. ആത്മാവിൽ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ മുതൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്ക്. എൻ്റെ ദൈവം നിൻ്റെ സീസണെ മാറ്റാൻ പോവുകയാണ്. ഇതാ ശീമോൻ പത്രോസ് പറയുക,
നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടാതെ നിൽക്കുക. സാധാരണ നിലയിൽ പറയുന്ന പദമല്ലത്. അവൻ്റെ ഇളകി നിൽക്കുന്ന മനസ്സുകൊണ്ട് അവൻ പറയുക, ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ല, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ മലയിറക്കാൻ പോവുകയാണ്. ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് അടുത്ത ദൂത് കൈമാറുകയാണ്. എൻ്റെ ദൈവമാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ നീണ്ട മണിക്കൂറോ നീണ്ട മാസങ്ങളോ നീ വെയിറ്റ് ചെയ്യണ്ട. നീ പ്രതീക്ഷിക്കാത്തൊരത്ഭുതം എന്ന് പറഞ്ഞാൽ, നീ തകർന്ന സ്ഥലത്ത്, നിനക്ക് ഇനി ഉയർച്ചയില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത്, നിന്റെ ജീവിതത്തിൽ അസാധാരണമായൊരു വഴി എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഈ വചന സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, അപ്രതീക്ഷിതമായ ഒരു അത്ഭുതം നിന്റെ വഴി സംഭവിക്കാൻ പോകുന്നു. കഴിഞ്ഞ മണിക്കൂറുകൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്തത് കർത്താവിൻ്റെ ഒറ്റ വാക്കിൽ അവൻ്റെ പടകു മാത്രമല്ല, അടുത്തുള്ളവൻ്റെ പടകൂടെ നിറയ്ക്കുന്ന രീതിയിൽ ദൈവം മഹാ അത്ഭുതം ചെയ്യുകയാണ്. ആഴമായി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ ഒരുങ്ങിക്കോ. വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. ഇതേ നിലയിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം ശ്രദ്ധിച്ചാൽ ഇതാ കരമടയ്ക്കാതെ നിൽക്കുന്ന പത്രോസിനെ കാണാൻ പറ്റും. പത്രോസിൻ്റെ അടുക്കിലേക്ക് ഇതാ ടാക്സ് കളക്ടർമാർ വരികയാണ്. ടാക്സ് കളക്ടർമാർ വന്നിട്ട് പറയാം, നിന്റെ ഗുരുവും കരമടച്ചിട്ടില്ല. എൻ്റെ ഒരനുഭവം ഞാൻ ഈ പറയുന്നത്, ജീസസ് അല്ലെങ്കിൽ ജെ എന്നുള്ള പേര് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് പി വരുന്നത്. പത്രോസിനറിയാം അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ കാര്യവും പറയും. പത്രോസ് ഊ എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 17-ന്റെ 25 ഊവ് എന്നവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്കെന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു, പുത്രന്മാരോടോ അന്യനോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യനോട് എന്നവൻ പറഞ്ഞു. ശീമോൻ ഓടി യേശു ഇരിക്കുന്ന അടുത്തിലേക്ക് വന്നു. ഞാൻ ആത്മാവിൽ വിളിച്ച് പറയും, ഒരു വഴിയും തുറക്കുന്നില്ലെങ്കിൽ കർത്താവ് ഇരിക്കുന്നിടത്തേക്ക് വരണം. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ മതി, നിന്റെ ചോദ്യത്തിന് മറുപടി വരും. ഇതാ ശീമോനെ അങ്ങോട്ട് മുന്നിട്ടങ്ങ് ചോദിച്ചിട്ട് കരമടയ്ക്കേണ്ടത് ആരാന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശീമോൻ തന്നെ പറയുക, അന്യന്മാരാണ് കരമടയ്ക്കേണ്ടത്. എന്നാൽ കർത്താവ് പറയും, അവർക്ക് നമ്മൾ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നിന്റെ കയ്യിരിക്കുന്ന ചൂണ്ട കൊണ്ടുവന്ന് നീ കടലിടുക. ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ എനിക്കും നിനക്കുമുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഇതിനകത്ത് നിന്നൊരു പദം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ഒരാളും ലജിച്ചു പോകത്തില്ല. ദൈവത്തിന് വേണ്ടി നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ എനിക്കും നിനക്കുമുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. ഞാൻ ആഴം പറയാം, 12 ശിഷ്യന്മാരാ, ബാക്കി 11 പേരും കരമടച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെ സഹായിക്കാനോ കരമടച്ചൊന്ന് ചോദിക്കാനോ ആ കൂട്ടത്തിൽ ആരും ഇല്ലെങ്കിലും, ആരും മറന്നാലും മറക്കാത്തവൻ എൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയണം. ഇന്നിതിനകത്ത് ഭാരപ്പെടുന്ന ചിലരുണ്ട്. ജോലിയില്ലാതെ, മുമ്പോട്ട് പോകാൻ പറ്റാതെ, ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന, വിവാഹം നടക്കാതെ, പലവിധമായ ഭാരത്തിൽ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്ന പദം സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. നീ കാണാത്ത വലിയ അത്ഭുതം നടക്കാൻ പോകുന്ന സമയമാണ്. അൺഎക്സ്പെക്റ്റഡായ വിടുതലുകളും വഴികളും നിൻ്റെ മുമ്പിൽ തുറന്നു വരാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ കർത്താവിനെ മുറുകെ പിടിക്കാൻ തയ്യാറാകണം. കർത്താവിൻ്റെ അടുക്കൽ വരാൻ തയ്യാറാകണം. ആ കടലിൽ എത്ര മത്സ്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പത്രോസിന് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി കരുതി ചിലത് പൊങ്ങി വരാൻ പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡായി നിൻ്റെ ലൈഫിൽ ചിലത് തുറന്നു വരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. എൻ്റെ ദൈവം ആ മീൻ്റെ വായിൽ കരുതി എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, അവിടെ വലയ്ക്ക് പോയോ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോയോ ഒരാളെ പോക്കറ്റിൽ നിന്ന് പോയതല്ല. എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണെന്ന് കാണാൻ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി ഒരാൾ ലജ്ജിച്ചു പോകത്തില്ല, നശിച്ചു പോകത്തില്ലെന്ന് തെളിയിക്കാൻ ഒരു ശീമോനെ ദൈവം ഒരുക്കിയെങ്കിൽ ഇന്ന് ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കുക. നീ നിൽക്കുന്ന പട്ടണത്തിൽ, നിന്റെ ഭവനത്തിൽ ഒരു ഉയർച്ച ദൈവത്താൽ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നീ വിളിച്ച ദൈവം ജീവനുള്ള ദൈവം എന്ന് തെളിയാൻ പോവുകയാണ്. എൻ്റെ കൂടെ അൺഎക്സ്പെക്റ്റഡായ, പ്രതീക്ഷിക്കാത്ത, അപ്രതീക്ഷിതമായ ഒരു അത്ഭുതത്തെ ഇപ്പോൾ സ്വീകരിക്കണം. നിങ്ങൾ, ഞാനത് വിശ്വസിക്കുന്നുകൊണ്ടാണ് നിങ്ങളുമായി ഇത് പങ്കുവെക്കുന്നത്. എൻ്റെ ദൈവം കടക്കാരനല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നീ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. ഈ വചന സന്ദേശം കഴിഞ്ഞ ചില മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ വിടുതൽ നടന്നു എന്ന് ഞാൻ കേൾക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി വഴി തുറന്നു ഞാൻ കേൾക്കാൻ പോവുകയാണ്. ഇതുവരെയും ഉറക്കമില്ലാതെ ഭാരപ്പെട്ട, BP കൂടിയ, ഷുഗർ കൂടിയ ചിലവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നിന്റെ ശരീരത്തെ ദൈവം സ്പർശിക്കും. നിനക്ക് വേണ്ടി ഒരു ഭയങ്കര കരുതൽ എൻ്റെ ദൈവം അയക്കുക. തലവേദന അപ്രത്യക്ഷമാകാൻ പോവുകയാണ്.
അസാധാരണമായി വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഈ വചനത്തിലും ഞാൻ ഈ ദൈവത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം കടക്കാരനല്ല. അസാധാരണമായി ഇത് സ്വീകരിക്കുക. ദൈവപ്രവൃത്തി നടക്കുകയാണ്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്രതീക്ഷിതമായ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു അത്ഭുതം ഈ മക്കൾക്ക് വേണ്ടി തുറന്നു വരാൻ പോവുകയാണ്. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കടക്കാരനല്ല. ദൈവം വിളിച്ചിറക്കിയെങ്കിൽ അവൻ വഴി നടത്താൻ ശക്തനാണ്. കർത്താവെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കൽ ലജ്ജിക്കാത്ത രീതിയിൽ ഈ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം എന്ന് പറയാൻ, ഈ ദൈവം ഉയർത്തുന്ന ദൈവം എന്ന് പറയാൻ, ഓ ഹല്ലേലൂയ, ആർക്കും തുറക്കാൻ പറ്റാത്തൊരു വഴി തുറന്നെന്ന് പറയാൻ ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കളുടെ മേലേക്കും അങ്ങ് ചലിക്കണമേ അപ്പാ. അവരുടെ വഴികളിൽ അസാധാരണമായതൊന്ന് തുറന്നു കൊടുക്കണമേ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിച്ചതിനായി നന്ദി. വിടുതൽ സംഭവിച്ചതിനായി നന്ദി. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഈ കാണുന്ന പ്രയർ ലൈനിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അതേപോലെ വരുന്ന ഓഗസ്റ്റ് മാസം 7, 8, 9 തീയതികളിൽ 3 ദിവസം കൊല്ലത്ത് 72 മണിക്കൂർ പ്രാർത്ഥന നടക്കുകയാണ്. ഏകദേശം 14ഓളം വിവാസന്മാർ കൂടി വരുന്നു. ഞാൻ 3 ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അൺഎക്സ്പെക്റ്റഡായ ഒരു മിറക്കിൾ, വാഗ്ദത്ത നിവർത്തീകരണങ്ങൾ സംഭവിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ വിശ്വാസത്തോടെ നിങ്ങൾ കടന്നു വരണം. ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങൾ കാണാൻ പോകുന്നു. അതേപോലെ തന്നെ തൃശ്ശൂരിൽ, എറണാകുളത്ത്, കുണ്ട്ര, കൊല്ലം, തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ആരാധന നടക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരുങ്ങി ഈ പ്രാർത്ഥനയ്ക്ക് വരാൻ തയ്യാറാകണം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.